ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്നത്തെ വചനങ്ങളിലെല്ലാം കേൾക്കുന്നൊരു കാര്യമാണ് കർത്താവിൻ്റെ കൽപ്പന പാലിക്കുക. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം എന്തിനു വേണ്ടിയിട്ടാണ് കൽപ്പന പാലിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ജീവിക്കാൻ, നല്ല ഭംഗിയായി ജീവിക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം ദേശം കൈവശമാക്കാൻ. നിങ്ങൾ ജീവിക്കേണ്ടതിനും നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിനും ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുവിൻ. ഇപ്പം 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് വേണ്ടിയിട്ടാണിത്. നമ്മളെ ജീവിക്കാൻ, നല്ല ഭംഗിയായിട്ട് ജീവിക്കാൻ. ദേശം കൈവശമാക്കുക എന്ന് പറയുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന നന്മകൾ സ്വന്തമാക്കാൻ വേണ്ടി. നിനക്കൊരു ജോലി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, നിനക്കൊരു നല്ലൊരു ഭാവി, നിനക്ക് നല്ല കാര്യങ്ങൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്, അതെല്ലാം സ്വന്തമാക്കാൻ നിനക്കത് സഹായമാകും. 4-ാമത്തെ വാക്യത്തിൽ നിയമാവർത്തനം 4:4 ദൃഢമായി ചേർന്ന് നിന്നതിനാൽ, ദൃഢമായി ചേർന്ന് നിൽക്കുക. എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് ദൃഢമായി ചേർന്ന് നിങ്ങൾ ഇന്നും ജീവിക്കുന്നു. ദൃഢമായി ചേർന്ന് നിൽക്കുക. അങ്ങനെ ദൃഢമായി ചേർന്ന് നിൽക്കുന്നവർക്ക് പറയുന്ന പേരാണ് നിയമാവർത്തനം 4:7 ശ്രേഷ്ഠ ജനത. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? അപ്പോൾ അത് ഒരു കാര്യമാണ്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്ന കാര്യങ്ങളാണ് നിയമാവർത്തനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. അവയനുസരിച്ച് പ്രവർത്തിക്കുവിൻ, എന്തെന്നാൽ അത് മറ്റു ജനതകളുടെ ദൃഷ്ടിയിൽ നിങ്ങളെ ജ്ഞാനികളും വിവേകികളുമാക്കും. നമ്മൾ ആമുഖത്തിൽ കേട്ടില്ലേ, സുഭാഷിതം 13:10 ഉപദേശം സ്വീകരിക്കുന്നവരോട് കൂടെയാണ് വിവേകം. എന്തെന്നാൽ അത് മറ്റു ജനതകളുടെ ദൃഷ്ടിയിൽ നിങ്ങളെ ജ്ഞാനികളും വിവേകികളുമാക്കും. എന്ത്? ഈ കൽപ്പന പാലിക്കുന്നത്. ഇനിയും ആളുകൾ നോക്കിയിട്ട് പറയും, അവർ ഈ കൽപ്പനകളെപ്പറ്റി കേൾക്കുമ്പോൾ, മറ്റുള്ള ആളുകൾ ഈ കൽപ്പനകളെപ്പറ്റി, കർത്താവിൻ്റെ വചനത്തെപ്പറ്റി കേൾക്കുമ്പോൾ അവർ പറയും, മഹത്തായ ഈ ജനത ജ്ഞാനവും വിവേകമുള്ളവർ തന്നെ എന്ന് പറയും. അങ്ങനെ നല്ലൊരു കൽപ്പനയാണല്ലോ ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്, എന്ത് നല്ല ജനതയാണ് എന്ന് പറയും. അപ്പം കൽപ്പനകൾ പാലിക്കുന്നവർ ജ്ഞാനവും വിവേകവുമുള്ളവർ എന്ന് നമുക്ക് സംഗ്രഹിച്ച് പറയാം. കൽപ്പനകൾ പാലിക്കുന്നവർ ജ്ഞാനവും വിവേകവുമുള്ളവർ. ഇനി കൽപ്പന നമുക്കറിയാം, കൽപ്പന ഒരാൾ പറയുന്നത് അത് ചെയ്യ് എന്ന് പറയുന്നത്, ദൈവം നമ്മളോട് അതങ്ങനെ ചെയ്യ് എന്ന് പറയുന്നത് ഉപദേശമാണല്ലോ. അപ്പം കൽപ്പന ഈസ് ഈക്വൽ ടു ഉപദേശം. ഇനി നമുക്ക് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായം, എഫേസ്യർ 6-ാം അധ്യായത്തിൽ നമ്മളൊരു കാര്യം കേൾക്കുന്നുണ്ട്. അത് ഏകദേശം ഇതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വാഗ്ദാനത്തോടുകൂടി ആദ്യത്തെ കൽപ്പന ഇതത്രേ. അപ്പോൾ യഥാർത്ഥത്തിൽ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്നത് 4-ാമത്തെ കൽപ്പനയാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഈ തീർത്ഥാടന കേന്ദ്രം അല്ലെങ്കിൽ പ്രാർത്ഥന, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രാധാന്യം കൊടുത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അതിൽ മാതാപിതാക്കളുടെ റോള് വളരെ പ്രധാനമാണ്. അപ്പനും അമ്മയും വിഷമിപ്പിക്കാൻ പറ്റുകയില്ല. അമ്മ പറഞ്ഞതുകൊണ്ട്, അപ്പം പറഞ്ഞതുകൊണ്ട് ഞാനത് ചെയ്യുന്നു. അവരെനിക്ക് കാണിച്ചു തന്ന മാതൃക ഇതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തെ അനുസരിക്കുക, കൽപ്പനകൾ പാലിക്കുക, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്നതൊക്കെ, അത് 1, 2, 3, 4 കൽപ്പനകൾ നമുക്ക് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് തന്നെ മറ്റു കൽപ്പനകൾക്ക് പാലിക്കാൻ നമുക്ക് എളുപ്പമാവും. ദൈവഭയവും മാതാപിതാക്കളോടുള്ള സ്നേഹവും നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക, കൽപ്പനകൾ പാലിക്കുക എന്നത് നിങ്ങൾക്ക് നന്മ വരുന്നതിനും, ദേശം കൈവശമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന നന്മകൾ നിനക്ക് കൈവശമാക്കുന്നതിനും നിനക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വാഗ്ദാനത്തോടുകൂടി ആദ്യത്തെ കൽപ്പന ഇതത്രേ. അപ്പോൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നത് അത് ഇതിനു തുല്യമായിട്ട് തന്നെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു പറഞ്ഞതാണ്, ഇങ്ങനെ ബൈക്ക് സ്പീഡിൽ ഓടിച്ചു പോയി വലിയ അപകടത്തിൽപ്പെട്ടു. അപ്പോൾ പറഞ്ഞതാണ്, വേണ്ട മകനെ. ഇതുപോലെ നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റും പല കാര്യങ്ങൾ. അപ്പനും അമ്മയുടെ ഉപദേശം. അപ്പോൾ ഉപദേശം സ്വീകരിക്കുന്നവരോട് കൂടെയാണ് വിവേകം എന്നത് അതിനോട് ചേർത്ത് വായിക്കണം. വചനം പാലിക്കുന്നവർ, കൽപ്പന പാലിക്കുന്നവർ വിവേകമുള്ള ജനത എന്ന് പറയും. അപ്പനും അമ്മയെ അനുസരിക്കുന്നവർ വിവേകികൾ എന്ന് പറയും. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട ഒരു വചനഭാഗമാണ് സുഭാഷിതങ്ങൾ പുസ്തകം 16-ാം അധ്യായം തന്നെ. അത് 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കർഷം നേടും. ഉത്കർഷം അതത്ര നമ്മൾ പ്രയോഗത്തിൽ കൊണ്ടുവരുന്ന വാക്കല്ല, എഴുത്ത് ഭാഷയാണ്. പക്ഷെ അതിനർത്ഥം വളരെ ഗംഭീരമാണ്. ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കർഷം നേടും. കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ഹൃദയത്തിൽ ജ്ഞാനമുള്ളവൻ വിവേകി എന്നറിയപ്പെടും. ഇല്ല, കൽപ്പന പാലിക്കുന്ന ജനത ജ്ഞാനവും വിവേകമുള്ളവർ എന്നറിയപ്പെടുന്നു എന്ന് പറയുന്നത് അതിവിടെ കറക്റ്റാകുകയാണ്. ഹൃദയത്തിൽ ജ്ഞാനമുള്ളവൻ വിവേകി എന്ന് അറിയപ്പെടുന്നു. ഹൃദ്യമായ ഭാഷണം കൂടുതൽ അനുനയിപ്പിക്കുന്നു. വിവേകം ലഭിച്ചവന് അത് ജീവന്റെ ഉറവയാണ്. ഇനി വീണ്ടും സുഭാഷിതൻ പുസ്തകം 19-ാം അധ്യായം 8-ാം വാക്യം, വിവേകം കാത്തു സൂക്ഷിക്കുന്നവന് ഐശ്വര്യമുണ്ടാകും. വിവേകം കാത്തു സൂക്ഷിക്കുന്നവന് ഐശ്വര്യമുണ്ടാകും. ഇതിങ്ങനെ നമ്മൾ ഈ ഒരു രീതി അങ്ങ് തുടർന്നു പോയാൽ കൽപ്പനകൾ പാലിക്കുക, മാതാപിതാക്കന്മാരനുസരിക്കുക, ഒരു കുഞ്ഞു കാര്യം പോലും അനുസരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന അനുഗ്രഹം എല്ലാം വരും. അതിലൊന്നും മാറ്റം വരുത്തരുത്. ഞാനിങ്ങനെ ഇത് വായിച്ചിങ്ങനെ ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഈ സ്നാപയോഹന്നാൻ ഈശോയ്ക്ക് മാമോദീസ കൊടുക്കുന്ന രംഗമുണ്ട്. അത് മത്തായിയുടെ സുവിശേഷത്തിലാണ് അത് വളരെ വിശദമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് 3-ാം അധ്യായം 14-ഉം 15-ഉം വാക്യങ്ങളിലാണ്. അപ്പോൾ ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ ഈശോ സ്നാപയോഹന്നാൻ്റെ മുമ്പിൽ പോയി നിൽക്കുകയാണ്. അപ്പോൾ സ്നാപയോഹന്നാൻ പറയും, ഞാൻ നിന്നിൽ നിന്ന് മാമോദീസ സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്ത് വരുന്നുവോ? അപ്പോൾ ചെയ്യാൻ ഒരിത്തിരി മടിയുണ്ട്. വേണമെങ്കിൽ ഒരു ഭവ്യത ഒരു ഭവ്യത. നമ്മൾ എത്രയോ കാര്യങ്ങളിൽ ഓവർ ഭവ്യത കാണിച്ച് നഷ്ടപ്പെടുത്തുന്ന ചില മേഖലകളുണ്ട്. അപ്പോൾ ഈശോ പറയും, ഇതിപ്പോൾ ചെയ്യുക, സർവ്വനീതിയും പൂർത്തിയാക്കുന്നത് ദൈവഹിതമാണ്. അപ്പോൾ അതിൻ്റെ തുടർന്ന് പറയുന്ന വചനം, അവൻ സമ്മതിച്ചു. അത് ഒരു അനുസരണമാണ്. മിണ്ടാതിരുന്നങ്ങ് അനുസരിക്കുക. അങ്ങനെ ഒന്ന് ധ്യാനിച്ചേ. ഈശോ പറഞ്ഞു, ഇതിപ്പോൾ ചെയ്യുക. ഇല്ല കർത്താവേ, ഇല്ല ഞാൻ ചെയ്താൽ ശരിയാകില്ല, ഞാനല്ല അതിൻ്റെ ആള്, ഞാൻ ചെയ്താൽ ശരിയാകില്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ തട്ടിക്കളയാവുന്ന ഒരു കേസായിരുന്നു അത്. പക്ഷേ ഈശോ പറഞ്ഞത് അപ്പം തന്നെ സമ്മതിച്ചു. മിണ്ടാതിരുന്നനുസരിക്കുക. ഈ തപസ് കാലത്ത് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു പ്രയോഗമാണ് മിണ്ടാതിരുന്നനുസരിക്കുക. അനുസരിച്ച് കഴിഞ്ഞാൽ അത് അനുഗ്രഹമാവും. ഇനി യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ അവിടെ ഒരു കാര്യമുണ്ട്. അത് ഇതുപോലെ 2 വ്യക്തികൾ, അത് ഈശോയും പത്രോസുമാണ്. അപ്പോൾ ഈശോയുടെ ഈശോ കാല് കഴുകുന്ന രംഗം. അപ്പോൾ എല്ലാവരുടെയും കാല് കഴുകി. അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിനും തൂവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി. ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. ഈശോ ആ പ്രവൃത്തി തുടങ്ങിക്കഴിഞ്ഞു. അവൻ ശിമയോൻ പത്രോസിൻ്റെ അടുത്തെത്തി. പത്രോസ് അവനോട് ചോദിച്ചു, കർത്താവേ, നീ എൻ്റെ കാല് കഴുകുകയോ? യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും. പത്രോസ് പറഞ്ഞു, നീ ഒരിക്കലും എൻ്റെ പാദം കഴുകരുത്. യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. അപ്പം ശിമയോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, എങ്കിൽ എൻ്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസ്സും കൂടി കഴുകണമേ. യേശു പ്രതിവചിച്ച്, കുളി കഴിഞ്ഞവൻ്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ, അവൻ മുഴുവൻ ശുചിയായിരിക്കും. അപ്പോൾ ഇത് പറയുമ്പോൾ ചെറിയ രീതിയിൽ ഒരു ഇൻസൾട്ടിങ് ആണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഓവർ ആക്ഷൻ വന്നതാണ് പത്രോസിൻ്റെ ഭാഗത്തുനിന്ന്. മിണ്ടാതിരുന്ന്
അനുസരിച്ചാൽ മതിയായിരുന്നു. ബാക്കിയുള്ളവരാരും മിണ്ടിയിട്ടില്ല, ബാക്കിയുള്ള ശിഷ്യന്മാരാരും മിണ്ടിയിട്ടില്ല. പക്ഷെ പത്രോസിൻ്റെ ഒരു പ്രകൃതം എല്ലാത്തിലും അങ്ങനെ ഇടപെടുന്ന ഒരു രീതിയുണ്ട്. അത് പത്രോസിന് ഗുണകരമായിട്ടുണ്ട്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞത് ആ ഒരു ഗുണമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ജന്മനാ മുടന്തൻ്റെ മുൻപിൽ ആ സൗഖ്യം കൊടുക്കാൻ സാധിച്ചത്. യഹൂദ പ്രമാണികളുടെ മുമ്പിൽ ആകാശത്തിന് കീഴെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് വിളിച്ചു പറയാൻ പറ്റിയത് ആ ഒരു ഗുണമുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇവിടെ അത് ഗുണപ്പെട്ടില്ല. പത്രോസ് വർത്തമാനം പറഞ്ഞുകൊണ്ട് മിണ്ടാതിരുന്നനുസരിച്ചാൽ പോരെ. ഈശോ ചെയ്യണത് മിണ്ടാതിരുന്ന്. ഞാനിത് എൻ്റെ ചിന്തയിൽ വന്നത് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ കൽപ്പനകളുടെ കാര്യത്തിൽ നമ്മൾ എക്സ്ക്യൂസ് ഒന്നും വിചാരിക്കേണ്ട. ചില ആളുകൾ ഞാനിപ്പോൾ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ ഭക്തനാണെന്ന് ആളുകൾ വിചാരിച്ചാലോ, ഞാനിപ്പോൾ ബൈബിളൊക്കെ വീട്ടിലിരുന്ന് വായിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വീട്ടുകാരെന്ത് വിചാരിക്കും, ഓ ഒരു ഭക്തൻ ഇപ്പോൾ ഭയങ്കര ഭക്തനായി, അങ്ങനെയൊക്കെയുള്ള വിചാരങ്ങൾ മാറ്റണമെന്നാണ് ധ്വനി. അങ്ങനെയുള്ളൊക്കെ വിചാരങ്ങളൊക്കെ മാറ്റി ഇനി ഇൻസൾട്ട് ആകണ്ട. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പള്ളിയിൽ അച്ഛൻ പറഞ്ഞതിൻ്റെ പേരിലോ പിന്നെ പള്ളി പോകുന്നില്ല. ആളുകളുടെ മുമ്പിൽ അച്ഛൻ എന്നെ ഇൻസൾട്ട് ചെയ്തു. പത്രോസ് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലോ, ശിഷ്യന്മാരുടെ മുമ്പിൽ എന്നെ വില കുറച്ച് കാണിച്ചു, ഈശോ അത് അവിടെ പറയണ്ടായിരുന്നു, എന്നെ മാറ്റി നിർത്തി പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറയാമായിരുന്നു പത്രോസിന് വേണമെങ്കിൽ. പക്ഷെ അത് ഇൻസൾട്ടാകാതെ മിണ്ടാതിരുന്നനുസരിക്കുക. ഇനി ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം, ഈശോയെ കാണാതെ പോകുന്ന അവസരത്തിൽ അവർ ചോദിക്കും, അവനെ കണ്ടപ്പോൾ മാതാപിതാക്കന്മാർ വിസ്മയിച്ചു. ലൂക്ക 2:48. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. പിന്നെ നമ്മൾ ഈശോയെ കാണുന്നത് ജ്ഞാനസ്നാനത്തിലാണ്. പിന്നെ ഈശോയെ നമ്മൾ കാണുന്നില്ല. ഈ 12-ാം വയസ്സിലെ സംഭവം കഴിഞ്ഞിട്ട് ഈശോയെ കാണുന്നത് ജ്ഞാനസ്നാനത്തിലാണ്. മിണ്ടാതെ ജീവിച്ചു 30 വർഷം. ഇല്ലേ, 12 വയസ്സിന് ശേഷം 30 വയസ്സ് വരെയുള്ള പ്രായം ഈശോ മിണ്ടാതെ ജീവിച്ചു എന്ന് വേണം ധ്യാനിക്കാൻ. അപ്പോൾ മിണ്ടാതിരുന്നനുസരിക്കുക, അത് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്. ഈ തപസ് കാലത്ത് നമുക്ക് അതൊന്ന് ധ്യാനിക്കാം. ഇനി ഈ വിവേകമതികൾ അവരും 25-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 4-ാമത്തെ വാക്യം, അവർ എണ്ണ കൂടെ എടുത്തു. അപ്പോൾ വചനത്തിൽ പറയുന്നില്ല മറ്റവരോട് മക്കളെ നിങ്ങളും കൂടി എടുത്തോ എന്ന് പറയുന്നില്ല. എപ്പോഴും നമ്മളോട് മക്കളെ ഇതനുസരിക്കും, മക്കളെ പള്ളിയിൽ പോ, മക്കളെ കുമ്പസാരിക്കും എന്ന് പറയാൻ എപ്പോഴും ആളുണ്ടാകണമെന്നില്ല. ഒരാൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകണമെന്നില്ല എപ്പോഴും. അപ്പോൾ ആ വിവേകരഹിതർക്ക് വേണമെങ്കിൽ അത് ഒബ്സർവ് ചെയ്യാമായിരുന്നു. ഈ ജനം ഒബ്സർവ് ചെയ്തത് കണ്ടോ? നിയമാവർത്തന പുസ്തകത്തിൽ ഈ ജനത എത്ര ശ്രേഷ്ഠ ജനതയാണ്. ജ്ഞാനവും വിവേകമുള്ളവർ എന്ന് പറയും. കൽപ്പനയെക്കുറിച്ച് കേട്ടപ്പോൾ അവർ പറയുകയാണ് എന്തൊരു നല്ല ജനതയാണ്. അപ്പോൾ ഒരു ഒബ്സർവേഷൻ നമുക്ക് ആവശ്യമില്ലേ? ജനം അനുഗ്രഹം പ്രാപിക്കുന്നതും ജനങ്ങൾ കൽപ്പനകൾ പാലിക്കുന്നതും നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നതും ശുശ്രൂഷകളിൽ പങ്കുചേരുന്നതും ഇതൊരു ഒബ്സർവേഷനിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനുസരിക്കാവുന്ന ഒരു കാര്യമല്ല അത്. അപ്പോൾ അവസാനം വിവേക മതികൾ അവർ 25-ാമത്തെ അധ്യായം മത്തായി 25:9 അവർ മറ്റവരെണ്ണ ചോദിച്ചു കൊടുത്തില്ല. അത് വേണ്ട എന്ന് പറഞ്ഞു. അമ്മ പറയും, മക്കളെ ബൈക്കെടുത്ത് ഇപ്പം പോകല്ലേ മക്കളെ. അപ്പം കൂട്ടുകാരൻ വന്ന് വിളിക്കുകയാണ്. കൂട്ടുകാരൻ ഒരു പ്രാധാന്യമുണ്ട്, അവനെ വെറുപ്പിക്കാൻ പറ്റുകയില്ല എന്ന് കരുതി അവൻ്റെ കൂടെ അങ്ങ് പോയാൽ വരാവുന്ന കെണിയെക്കുറിച്ച് ബോധമുണ്ടെങ്കിൽ അമ്മ പറഞ്ഞതനുസരിക്കല്ലേ. അപ്പം ചില കാര്യങ്ങളോട് നോ എന്ന് പറയണം. മിണ്ടാതെ ഇരുന്നനുസരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കാര്യങ്ങളെ മിണ്ടാതെ ഇരുന്നനുസരിക്കുമ്പോൾ ചില കാര്യങ്ങളോട് നമ്മൾ നിശബ്ദത പാലിക്കേണ്ടത് നോ എന്ന് പറയേണ്ടതും അതിൻ്റെ ഒരു ഭാഗമാണ്. നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കും. ഈ തപസ്സുകാലത്ത് നമുക്ക് കുറെ കൂടി അങ്ങ് മുന്നേറാൻ സാധിക്കട്ടെ. ദൈവകൽപ്പനകൾ പാലിക്കുന്ന കാര്യത്തിൽ ഉപദേശം സ്വീകരിക്കുന്നവരോട് കൂടെയാണ് വിവേകം. ഉപദേശം തള്ളിക്കളയുന്നത് വിവേകമല്ല.
ദൈവവചനത്തെയോ മാതാപിതാക്കന്മാരെയോ ധിക്കരിക്കുന്നത് വിവേകമല്ല. ഇവരെയാണ് ദൈവം മുന്നിൽ നിർത്തുന്നത്. ദൈവവും മാതാപിതാക്കളും, മാതാപിതാക്കളുടെ ഗണത്തിൽ വൈദികർ വരും, മതാധ്യാപകർ വരും, മുതിർന്നവർ വരും, അപ്പനപ്പൂപ്പനമ്മ അമ്മ, അങ്ങനെ മുതിർന്ന കുടുംബത്തിലെ ആളുകൾ വരും. അങ്ങനെ നമ്മളെ ആരൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്യേണ്ട മക്കളെ ഇത് ചെയ്യ് എന്ന് പറയുന്നവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം. നമുക്ക് അങ്ങനെയൊക്കെ ഒന്ന് ധ്യാനിക്കാൻ സാധിക്കട്ടെ. കൂടുതൽ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ തീർത്ഥാടനം ഇത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഒത്തിരി അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇവിടെ ഈ മരിയൻ മേഖലയിലായിരിക്കുമ്പോൾ തന്നെ ദൈവകൽപ്പനകളിൽ വെള്ളം ചേർക്കാതെ അനുസരിച്ച് നിന്റെ വാക്കിന് നിറവേറട്ടെ എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ അഭിഷേകം നിറഞ്ഞ ഈ മണ്ണിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ ഇത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇവിടെ വെച്ച് തന്നെ അനുഗ്രഹം പ്രാപിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ലഭിക്കട്ടെ. ഈ വരുന്ന ഈസ്റ്റർ ഏപ്രിൽ 20 നിങ്ങൾക്ക് അനുഗ്രഹമുള്ള ഈസ്റ്ററായി മാറട്ടെ. കല്ലറ പിളർന്ന് പുറത്തു വന്നവനെ നിങ്ങൾ അനുഗ്രഹിക്കാൻ സാധിക്കും. അസാധ്യമായ കാര്യങ്ങൾ സാധിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുകയില്ല, അത്ര ഭക്തനായിട്ടൊന്നും എനിക്ക് ജീവിക്കാൻ പറ്റുകയില്ലെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും ഉദ്ധിതനായ കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കും. ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ട് നടന്ന സാവൂളിനെ കുതിരപ്പുറത്തുനിന്ന് ഉന്തി താഴെയിട്ടിട്ട് ദൈവവചനം പ്രഘോഷിക്കുന്നയാളാക്കി മാറ്റിയെങ്കിൽ നമ്മളെയും പ്രിയ ദൈവപൈതലെ കർത്താവിൻ്റെ കൂടെ നിൽക്കുന്ന, സഭയോട് കൂടെ നിൽക്കുന്ന, സഭയിലെ ശുശ്രൂഷകളെ സ്വീകരിക്കുന്ന, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന നല്ല വിശ്വാസമുള്ള മക്കളാക്കി മാറ്റാൻ കർത്താവിന് നമ്മെ സാധിക്കും. അത് സംഭവിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.